ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കിച്ചടിയാണ്. അപ്പോൾ ഇതേവരെയും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 പൈനാപ്പിളാണ്. ആ പൈനാപ്പിൾ നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിക്കകത്തോട്ട് പൈനാപ്പിൾ അരിഞ്ഞത് നല്ലോണം അരിഞ്ഞ് വൃത്തിയാക്കിയതാണ്. അത് തട്ടിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനുശേഷം നമ്മൾ ചെറിയ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ, അതുകൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ കുറച്ച് 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്ന് ചേർന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് നല്ലോണം അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് അത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ടത് വെന്ത് കേട്ടോ. വെള്ളമൊക്കെ നമുക്ക് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആ പൈനാപ്പിളിനൊരു വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ജാറിനകത്ത് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ ജീരകവും ഒരു 1.5 സ്പൂൺ കടുകും ഇട്ട് 2 പച്ചമുളകും എടുക്കാം. അപ്പോൾ 2 പച്ചമുളകും ഒരു 1.5 സ്പൂൺ കടുകും കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ടത് നമുക്കൊന്ന് അരച്ച് എടുക്കാം. ആ പൈനാപ്പിളിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരേണ്ട രീതിയിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചടിക്കകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് എല്ലാം ഒഴിച്ച് നമ്മൾ കുറച്ച് തൈരും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ നല്ല കട്ട തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. മുൾമാട് ഇച്ചിരി പുളിപ്പ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള പുളിപ്പൊക്കെ ഉണ്ട്. ഒരു ചട്ടി എടുത്ത് വെച്ച് അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കടുവൊക്കെ ഇട്ട് മുളകുമൊക്കെ ഇട്ട് നല്ലോണം കടുവ് വറുക്കാം. കടുവ് വറുത്ത് ചെടിക്കകത്ത് നമ്മൾ വേണ്ട കടുവ് വറുത്തങ്ങോട്ട് ഒഴിക്കുകയാണ്. കടുവെല്ലാം വറുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക്
നമ്മളിവിടെ മുന്തിരി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കറുത്ത മുന്തിരിയാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലോണം കഴുകി ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചടിയെല്ലാം നല്ല സെറ്റായി രണ്ട് കറുത്ത മുന്തിരിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഇന്ന് ദീപാവലിയാണ്, ദീപാവലി സ്പെഷ്യലാണ്. എല്ലാവരും കാണുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം, കാണുകയും വേണം.